അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക وتيسيرك فتممه لنا بأحسن الوجوه كلها وأصوبها وأصباها فإنك على ما تشاء قدير وبالإجابة جدير. نعم المولى ونعم النصير. اللهم وما قدرت لنا من شر وتحذرنا منه فاصرفه عنا يا حي يا قيوم. لا إله إلا أنت سبحانك إني كنت من الظالمين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. يا رب العالمين ويا أرحم الراحمين. الحمد لله ثم الحمد لله أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് ഉസൂലുൽ ഫിഖ്ഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ഒരു കിതാബ് എന്ന് ഇമാമുൽ ഹറമൈനി പറഞ്ഞ വറക്കാത്ത്, ഷറഹുൽ വറക്കാത്ത്, വറക്കാത്തിൻ്റെ ഷറഹ് ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എഴുതിയ ഇമാമുൽ ഹറമൈനിയുടെ വറക്കാത്തിൻ്റെ ഷറഹ്, ആ ഷറഹും മത്തനും അതിൻ്റെ 4-ാമത്തെ സബക്കാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 3 സബക്കും നിങ്ങൾ പൂർണ്ണമായി ഓർമ്മിക്കുന്നും ശ്രദ്ധിക്കുന്നുമുണ്ടാവും. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ വിഷയം തുടങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ആദ്യത്തെ ഒരു കിതാബ്, ഒരു വിഷയം, ഒരു ഫന്ന്, അതിൻ്റെ തുടക്കം നമ്മൾ ഓതുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കഴിഞ്ഞ 3 ദിവസങ്ങളിലെ സബക്ക് നമുക്ക് നന്നായിട്ട് ഓർമ്മ വേണം. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മാ ബഅദ് ഫഹാദിഹി വറക്കാത്തുൻ ഖലീല. ഫഹാദിഹി വറക്കാത്തുൻ ഖലീലത്തുൻ. ഫഹാദിഹി നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കിതാബ്, വറക്കാത്തുൻ ഏതാനും പേജുകളാണ്, ഖലീലത്തുൻ കുറഞ്ഞ. വറക്കാത്ത് വറക്കത്തിൻ്റെ ജംആണ്, ജമ്മു മുഅന്നസ് സാലിമാണ്. അത് കില്ലത്തിൻ്റെ മേൽ അറിയിക്കും എന്നൊക്കെ കഴിഞ്ഞ സബുക്കുകളിൽ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കും. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കിതാബ് വറക്കാത്തുൻ ഖലീലത്തുൻ, കുറഞ്ഞ പേജുകളാണ്, കുറഞ്ഞ പേജുകളുള്ള കിതാബാണ്. തഷ്തമിലു അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹി. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഏതാനും ചില മസ്അലകൾ മനസ്സിലാക്കുന്നതിൻ്റെ മേൽ ഉൾക്കൊള്ളുന്ന. തഷ്തമിലു, ഈ വറക്കാത്ത് ഉൾക്കൊള്ളും. തഹ്തവി എന്നർത്ഥം. ഈ വറക്കാത്ത് ഉൾക്കൊള്ളും അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹി. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഏതാനും ചില ഫസ്ലുകൾ. അവിടെ ഫസ്ലിൻ്റെ മസായിൽ എന്നാണ് നമ്മൾ മൈന വെക്കേണ്ടത്. അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹി. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഏതാനും ചില മസ്അലകൾ മനസ്സിലാക്കുന്നതിൻ്റെ മേൽ ഉൾക്കൊള്ളുന്ന. അലാ മഅരിഫത്തിക്ക് തഅരീഫ് എന്ന് നമുക്ക് മൈന വെക്കാം. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ചില മസ്അലകളുടെ തഅരീഫ്, അതിൻ്റെ മേൽ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കിതാബാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങൾ ലഫ്ള് മൈന ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലഫ്ള് മൈന പഠിച്ചില്ലേ?
ഫഹാദിഹി, നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കിതാബ്, അതിൻ്റെയൊക്കെ മനങ്ങൾ ധാരാളം പ്രാവശ്യം നിങ്ങൾ കേട്ടതാണ്. കിതാബുകളുടെ തുടക്കത്തിൽ പറയുന്ന ഹാദ, ഹാദിഹി, അതൊക്കെ എവിടത്തേക്കാണ് ഇഷാറത്ത് എന്നുള്ളതൊക്കെ നേരത്തെ നിങ്ങൾക്കറിയാം. ഈ മുഖദ്ദിമ എഴുതുന്നത് ഈ കിതാബ് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കിതാബ് തന്നെ. ഇനി ഈ കിതാബ് എഴുതുന്നതിന് മുമ്പായിട്ട്, എഴുതിത്തീരുന്നതിന് മുമ്പായിട്ടാണ് ഫഹാദിഹി എന്ന് മൂപ്പറ പറയുന്നെങ്കിൽ മുസന്നിഫിന്റെ കൽബിലിരിക്കുന്ന ഈ കിതാബ് അവിടത്തേക്കാണ് അതിന്റെ ഇഷാറത്ത്. ഇത് പല കിതാബുകളുടെയും തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ്, കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി പോകുന്നില്ല. ഫഹാദിഹി വറക്കാത്തുൻ കലീലത്തുൻ, അവിടെ കലീലത്തു കൊണ്ട് വീണ്ടും സിഫത്ത് പറഞ്ഞ്. വറക്കാത്തിന് തന്നെ മയനയുണ്ട്, കുറഞ്ഞത്, കുറഞ്ഞ പേജുകള്, കുറഞ്ഞ കടലാസുകള് എന്ന് വറക്കാത്തിന് തന്നെ മയനയുണ്ട്. കാരണം വറക്കത്തിന്റെ ജമ്മു മുഅന്നസ് സാലിമാണ് വറക്കാത്ത്. ജമ്മു മുഅന്നസ് സാലിം ഉപയോഗിക്കൽ കില്ലത്തിന്റെ മേലറിയിക്കാനാണ്, കുറച്ച് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും അതിനെ തക്കീത് ചെയ്തിട്ട് കലീലത്തുൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? നന്ന കുറഞ്ഞ പേജുകൾ മാത്രമേ ഉള്ളൂ. എത്ര പേജ് ഉണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ല. തഷ്തമിലു, ഈ വറക്കാത്ത് ഉൾക്കൊള്ളും, അല മഅരിഫത്തി ഫുസൂലിൻ, ചില ഫസ്ലുകൾ അറിയുന്നതിന്റെ മേൽ. ഫസ്ലിന് സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ഇസ്തിലാഹിയായ മയനയുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കിതാബ് പറയും, കിതാബിൽ പിന്നെ ബാബ് പറയും, ആ ബാബിന്റെ ഉള്ളിലായിട്ട് ഫസ്ലുകൾ പറയും. അങ്ങനെയുള്ള ഒരു ഉപയോഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഫുസൂലിന് നിങ്ങൾ അങ്ങനെ മയന വെക്കണ്ട. ഇവിടെ ഫുസൂലിന് എന്തേ മയനയുള്ളൂ? ചില പ്രധാനപ്പെട്ട മസ്അലകൾ. അതാണ് ഇവിടെ ശാരീഹ്യങ്ങള് ഫുസൂലിന് നമുക്ക് പറഞ്ഞു തരുന്ന മയന. നിങ്ങൾ ഓർമ്മിക്കണേ, അൻവാഉം മിനൽ മസായിൽ, നിങ്ങൾ കണ്ട അതിൻ്റെ അകത്ത് കണ്ടില്ലേ? അലാ മഅരിഫത്തി ഫുസൂലിൻ ഐ അൻവാഇൻ മിനൽ മസായിലി, കണ്ട? അപ്പൊ ഓരോ മസ്അലകൾക്കും മൂപ്പര് ഫസ്ലി എന്ന് മയന പറഞ്ഞു. അപ്പൊ സാധാരണ കിതാബുകളിൽ ഫസ്ലുൻ, ബാബുൻ, ഫസ്ലുൻ എന്ന് പറയലുണ്ട്. ആ ഫസ്ല് പോലെയുള്ളതല്ല ഈ ഫസ്ല്. മറിച്ച് ഈ ഫസ്ലിന് ഇവിടെ എന്തേ മയനയുള്ളൂ? മസ്അല. അപ്പൊ ഫുസൂൽ എന്ന് പറഞ്ഞാൽ മസ്അലകൾ. പിന്നെ അവിടെ അലാ മഅരിഫത്തി ഫുസൂലിൻ, ആ തെൻവീൻ നിങ്ങൾ ഓർമ്മിച്ചു നോക്കിയേ. ആ തെൻവീൻ ഏതിന്റെ മേൽ അറിയിക്കുന്നതാണ്? തഅ്ലീമിന്റെ മേൽ അറിയിക്കുന്നതാണ്. തഅ്ലീമിന്റെ മേൽ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അലാ മഅരിഫത്തി ഫുസൂലിൻ, ചില പ്രധാന മസ്അലകൾ അറിയുന്നതിന്റെ മേൽ, ചില പ്രധാന മസ്അലകൾ അറിയുന്നതിന്റെ മേൽ. അതാണ് ആ ഫുസൂലിലുള്ള തെൻവീനിന്റെ മയനം. പ്രധാനപ്പെട്ട മസ്അലകള് തഷ്തമിലു അലാ മഅരിഫത്തി ഫുസൂലിൻ, ചില പ്രധാന മസ്അലകള് അത് അറിയുന്നതിന്റെ മേൽ ഉൾക്കൊള്ളുന്ന ഏതാനും ചില പേജുകളാണ് ഈ കിതാബ്. ഏതിലുള്ള മസ്അല? മിൻ ഉസൂലിൽ ഫിഖ്ഹി, ഉസൂലുൽ ഫിഖ്ഹിന്റെ ചില പ്രധാന മസ്അലകൾ മനസ്സിലാക്കുന്നതിന്റെ മേൽ ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. യന്തഫിഉ ബിഹൽ മുബ്തദി വഗൈറുഹു, ഈ വിഷയം പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നവർക്കും അല്ലാത്തവർക്കും ഉപകാരം ചെയ്യുന്ന, കണ്ടാ? യന്തഫിഉ ബിഹ, ഈ വറക്കാത്തുകൾ കൊണ്ട്. ഈ ബിഹാന്റെ മർജീനിലിഹി എടുത്തേക്ക, ബിഹാന്റെ മർജീനിലിഹി യന്തഫിഉ ബിഹ, ഇതുകൊണ്ട്, ഈ കിതാബ് കൊണ്ട് ഉപകരിക്കും, ഈ കിതാബ് കൊണ്ട് ഉപകരിക്കും. ഇനി അതിന്റെ മർജീനിലിഹി ഒരാള് ഫുസൂലിലേക്ക് മടക്കിയാലോ പ്രശ്നങ്ങളൊന്നുമില്ല, അടുത്തേക്കും മടക്കാം. ഈ മസ്അലകൾ കൊണ്ട് ഉപകാരപ്പെടും, ഈ മസ്അലകൾ ഉപകാരപ്പെടും.
മുത്തലിമീങ്ങൾ ഓർമ്മിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും. ഇത് അറബി ഭാഷയാണ്. അതിനെ നമ്മൾ മലയാള ഭാഷയിലേക്കാണ് നമ്മൾ മയന പറയുന്നത്. അതുകൊണ്ട് ഈ ലഫ്ലുകൾക്ക് അങ്ങനെ തന്നെ മയന പറഞ്ഞ് ശീലിക്കണം. യന്തഫിയു ബിഹ, ഇതുകൊണ്ട് ഉപകാരപ്പെടും എന്ന് മയന വെച്ച് ശീലിക്കണം. ആ ബിഹാക്ക് കൊണ്ട്, അത് അങ്ങനെയാണ് സാധാരണ അതിൻ്റെ മയന നമ്മൾ പറയില്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ മയന പറഞ്ഞ് ശീലിക്കലോട് കൂടി ആശയവും പറഞ്ഞ് ശീലിക്കണം. യന്തഫിയു ബിഹൽ മുബ്തദി വ ഗൈറുഹു, പ്രാരംഭ വിദ്യാർത്ഥിക്കും അല്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന. അപ്പം കൊണ്ട് എന്നുള്ള പദം അവിടെ പോകും. മനസ്സിലായില്ലേ? യന്തഫിയു ബിഹ, അത് നമ്മുടെ പൂർവ്വകാലം മുതൽ നമ്മുടെ ഉസ്താദന്മാരിൽ നിന്ന് നമ്മൾ മയന പറഞ്ഞ് ശീലിച്ച ഒരു ശീലമുണ്ട്. അതൊന്നും നമ്മൾ വിട്ടുകളയണ്ട. ആ നിലക്ക് നമ്മൾ ശീലിച്ചത് അത് അങ്ങനെ തന്നെ ഉസ്താദന്മാര് പറഞ്ഞു തന്ന ആ ബറക്കത്തിന് വേണ്ടി നമ്മൾ ആ ലഫ്ള് അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. വിഷയത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ലഫ്ളുകൾക്ക് അതിൻ്റെതായ മയന അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം. അതോടുകൂടി ആശയം പറയുമ്പോൾ രണ്ട് ഭാഷകൾ തമ്മിലായതുകൊണ്ട് ആ നിലക്കും പറയണം. യന്തഫിയു ബിഹൽ മുബ്തദി വ ഗൈറുഹു, പ്രാരംഭ വിദ്യാർത്ഥിക്കും അല്ലാത്തവർക്കും ഉപകരിക്കുന്ന. യന്തഫിയു ബിഹ, ഇത് കൊണ്ട് ഉപകാരം സിദ്ധിക്കും. കണ്ട, ബിഹ അവിടെ കൊണ്ട് തന്നെ നമ്മളെ വേന പറഞ്ഞു. അപ്പോൾ എന്താ ഇതുവരെ പറഞ്ഞത്? ഈ വറക്കാത്ത്, ഈ കിതാബ് ചെറിയ പേജുകൾ ഉൾക്കൊള്ളുന്ന കിതാബാണ്. ഇതിൽ ചർച്ച ചെയ്യുന്നത് ഉസൂലുൽ ഫിഖ്ഹിന്റെ പ്രധാനപ്പെട്ട ചില മസ്അലകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഉസൂലുൽ ഫിഖ്ഹിന്റെ പ്രധാനപ്പെട്ട ചില മസ്അലകൾ അറിയുന്നതിൻ്റെ മേൽ ഉൾക്കൊള്ളുന്ന ചെറിയൊരു കിതാബ്. യന്തഫിയു ബിഹൽ മുബ്തദി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മളിത് പഠിക്കുകയാണ്. അപ്പൊ എന്താണ് ഉസൂൽ ഫിഖ്ഹ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഇന്തിഫായ്. ഈ വർക്കാത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഇന്തിഫാ എന്താ? ഉസൂൽ ഫിഖ്ഹ് എന്നാൽ എന്താണ് എന്നതിൻ്റെ ഒരു ചെറിയ രൂപം അത് നമുക്ക് മനസ്സിലാവുക. അതാണ് ഈ വിഷയം പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഈ കിതാബ് കൊണ്ട് കിട്ടുന്ന ഉപകാരം. പിന്നെ അപ്പുറം പറഞ്ഞ ഗൈറുഹു, പ്രാരംഭ വിദ്യാർത്ഥികൾ അല്ലാത്തവർക്കും. തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പദമാണ് ഇത്. ഈ വിഷയം തുടങ്ങുന്ന മുബ്തദി എന്ന് പറഞ്ഞതിന്റെ മയന എന്താ? മുബ്തദി എന്ന് പറഞ്ഞതിന്റെ മയന എന്താണ്? ഉസൂലുൽ ഫിഖ്ഹ് അത് തുടങ്ങി പഠിക്കുന്ന ഇബ്തിദായിലുള്ള തുടക്കത്തിൽ ആദ്യം പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അതാണ് മുബ്തദീന്റെ മയന. വഗൈറുഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പഠിച്ചു കഴിഞ്ഞ ആളുകൾ, പഠിച്ചു കഴിഞ്ഞ ആലിമീങ്ങള്, ഉസ്താദുമാര് എല്ലാവർക്കും അതും ഉപകരിക്കും. അതെങ്ങനെയാണ് ഉപകരിക്കൽ? അവരെ സംബന്ധിച്ചിടത്തോളം ഉസൂലുൽ ഫിഖ്ഹിന്റെ മസ്അലകൾ മുഴുവനും ഓർമ്മിക്കാൻ ഈ മത്തിന് മനസ്സിലുണ്ടായാൽ മതി. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന നിലക്കുള്ള ഒരു മത്തിനാണ്. അപ്പൊ ഏതൊരവസരത്തിലും എന്തൊരു ഉസൂലുൽ ഫിഖ്ഹിന്റെ മസ്അല വേണമെങ്കിലും ആ ലഫ്ള് മനസ്സിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരം കിട്ടും. അപ്പൊ മുബ്തദി തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്പെടും, അല്ലാത്തവർക്കും ഇത് ഉപകാരപ്പെടും. അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിതാബാണ് നമ്മുടെ മുന്നിലുള്ളത്. വലിയ കിതാബുകളൊക്കെ മുബ്തദീങ്ങളല്ലാത്ത, പ്രാരംഭ വിദ്യാർത്ഥികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉസൂലുൽ ഫിഖ്ഹിന്റെ മസ്അലകൾക്ക് വലിയ കിതാബുകൾ ആശ്രയിക്കേണ്ടി വരുന്നതിന്റെ മശക്കത്തൊന്നുമില്ലാത്ത നിലക്ക് വലിയ മസ്അലകൾ തന്നെ ഈ ചെറിയ കിതാബുകൾ അങ്ങനെ തന്നെ ഹിഫ്ള് ഉണ്ടാകുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഉപകാരം കുറച്ചൊന്നുമല്ല മക്കളെ, അത്ര വലിയ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഉസൂലുൽ ഫിഖ്ഹിന്റെ ഒരു മസ്അല പറഞ്ഞാൽ ഉടനെ വർക്കാത്തിലുള്ളത് അങ്ങനെ ഓർമ്മയുണ്ടാവും. അപ്പൊ മുബ്തദീങ്ങൾ തുടങ്ങുന്നവർക്കും ഇത് ഉപകാരമാണ്, അല്ലാത്തവർക്കും ഇത് ഉപകാരമാണ്. ഓരോ ഒറ്റ ലഫ്ളും വിട്ടു പോകാതെ ഹല്ല് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം.
വല്ലതും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ചു തീർക്കുകയും വേണം. ഫഹാദിഹി വറക്കാത്തുൻ കലീലത്തുൻ തഷ്തമിലു അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹി യന്തഫിഉ ബിഹൽ മുബ്തദി വഗൈറുഹു വദാലിക. അത് എന്ന് പറഞ്ഞാൽ ഏതാ? അത് എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞ അക്രബിലേക്കാണ് മുഷാറുനിലിഹി. അക്രബ് ഏതാ? അക്രബ് ഉസൂലുൽ ഫിഖ്ഹ് അതല്ലേ? ഇപ്പൊ വദാലിക എന്ന് പറഞ്ഞാൽ ഉസൂലുൽ ഫിഖ്ഹ് എന്ന ലഫ്ള്, ഐ ലഫ്ളു ഉസൂലുൽ ഫിഖ്ഹി. ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞ ഈ ലഫ്ള് മുഅല്ലഫുൻ മിൻ ജുസ്അൈനി മുഫ്രദൈനി, മുഫ്രദായ രണ്ട് ജുസ് കൂട്ടിക്കലർത്തിയിട്ട് ഉണ്ടായതാണ്. മുഅല്ലഫുൻ കൂടിക്കലർന്ന് ഉണ്ടായതാണ്. തിരിഞ്ഞില്ലേ? മിൻ ജുസ്അൈനി മുഫ്രദൈനി, മുഫ്രദൈനിയായ രണ്ട് ജുസ് കൊണ്ട്, രണ്ട് ഒറ്റപ്പദങ്ങൾ കൊണ്ട് കൂടിക്കലർന്നുണ്ടായതാണ് ഉസൂലുൽ ഫിഖ്ഹ്. മിനൽ ഇഫ്രാദിൽ മുഖാബിലി ലിത്തർക്കീബി. ഇവിടെ മുഫ്രദൈനി എന്ന് പറഞ്ഞത് അത് പിന്നെ മുഫ്രദ് എന്ന് സാധാരണ നമ്മള് മീസാനിൽ പഠിച്ചില്ലേ മുഫ്രദ് എന്ന്? അവിടെ മീസാനിൽ മുഫ്രദ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതെന്താ ആ മുഫ്രദിന്റെ മായന? മുഫ്രദ് തസ്നിയ ജമ്മ് അല്ലേ? ഫഅല ഫഅലു അങ്ങനെ നമ്മളൊന്ന് പഠിച്ചില്ലേ? ഫഅല ഫഅലു. അവിടെ ഫഅല മുഫ്രദാണ്, ഫഅല തസ്നിയയാണ്, ഫഅലു ജമ്മാണ്. അത് നമുക്ക് ഓർമ്മയുണ്ടല്ല. ആ മുഫ്രദല്ല ഈ മുഫ്രദ്. മറിച്ച് ഈ മുഫ്രദ് എന്താണ്? അത് മുറക്കബിന്റെ എതിരിലുള്ള മുഫ്രദാണ്. അത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മന്തിക്കിന്റെ കിതാബിൽ. മിർക്കാത്തോതിയവരായിരിക്കും നിങ്ങൾ. ആ മിർക്കാത്തിൽ നിങ്ങളെ പഠിച്ചിട്ടുണ്ട് അൽ ലഫ്ളു ഇമ്മാ മുറക്കബുൻ ഔ മുഫ്രദുൻ. ലഫ്ള് ഒന്നെങ്കിൽ അത് മുഫ്രദായിരിക്കും അല്ലെങ്കിൽ മുറക്കബായിരിക്കും. എന്നിട്ട് അവിടെ മുഫ്രദിനെന്താ മുറക്കബിനെന്താ നമ്മൾ തഅരീഫ് പറഞ്ഞത്? ഇന്ദല്ല ജുസ്ഉഹു അലാ ജുസ്ഇ മഅനാഹു. ലഫ്ളിന്റെ ജുസ്ഇ മഅനാന്റെ ജുസ്ഇന്റെ മേൽ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിന് മുറക്കബ് എന്ന് പറയും. ലഫ്ളിന്റെ ജുസ്ഇ മഅനാന്റെ ജുസ്ഇന്റെ മേൽ അറിയിക്കുന്നതിന് മുറക്കബ് എന്ന് പറയും. എന്നിട്ട് അവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞു, സയ്യിദുൻ ഖായിമുൻ എന്നുള്ളത് ഒരു ജുംലയാണ്. ആ സയ്യിദ് നിൽക്കുന്നവനാണ്, അതാണ് അതിന്റെ മാന. അതിന്റെ ഒരു ജുസ് ആണ് സയ്യിദ്, മറ്റൊരു ജുസ് ആണ് നിൽക്കുന്നവൻ. കണ്ടോ? അപ്പൊ അതിന്റെ മാന സയ്യിദ് എന്നു ലഫ്ളിന്റെ ജുസ് ആയ സയ്യിദ് ഒന്നിന്റെ മേൽ അറിയിച്ച്, ഖായിമ് മറ്റൊന്നിന്റെ മേൽ അറിയിച്ച്. അപ്പൊ ലഫ്ളിന്റെ ജുസ് മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുന്നതിന് മുറക്കബ് എന്ന് പറയും. മനസ്സിലായില്ലേ? ലഫ്ളിന്റെ ജുസ് മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുന്നതിന് മുറക്കബ് എന്ന് പറയും. സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് നിൽക്കുന്നവനാണ് എന്ന മാന. അവിടെ സയ്യിദ് എന്നുള്ളത് ഒരു ജുസിന്റെ മേൽ അറിയിച്ച്, ഖായിമ് എന്നത് മറ്റൊരു ജുസിന്റെ മേലെ അറിയിച്ച്. അങ്ങനെയാണ് സയ്യിദുൻ ഖായിമ്. അത് മുറക്കബാണ്. ഇനി മുഫ്രദ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദാഹരണം പറഞ്ഞത്? ലഫ്ളിന്റെ ജുസ് മഅനാന്റെ ജുസിന്റെ മേൽ അറിയിക്കാത്തത്. ഏതുപോലെ സയ്യിദ്, ആ സയ്യിദിലുള്ള ആ ദാത്തിന്റെ കാലിന്റെ മേൽ അറിയിക്കൂല, യാ തലന്റെ മേൽ അറിയിക്കൂല, ദാല് മൂക്കിന്റെ മേൽ അറിയിക്കൂല. മറിച്ച് സയ്യിദുൻ എന്നുള്ളത് ഒരു മുഫ്രദാണ്. ആ മുഫ്രദായ ലഫ്ളിലെ ഓരോ ജുസ്, സയ്യിദിന്റെ ഒരു ജുസ് ഏതാ? സാ. രണ്ടാമത്തെ ജുസ് ഏതാ? യാ. മൂന്നാമത്തെ ജുസ് ഏതാ? ദാല്. ഈ മൂന്ന് ജുസയിലുള്ള ഓരോ ജുസ് ഏതെങ്കിലും ഒരു മാനന്റെ മേൽ അറിയിക്കോ? അറിയിക്കൂല.
അതുകൊണ്ട് അതിന് മുഫ്രദ് എന്ന് പറയും. അപ്പൊ മുറക്കബ് മുഫ്രദ് എന്ന് പറഞ്ഞിട്ട് മന്തിക്കിൽ നമ്മൾ ഒന്ന് ഭാഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. അപ്പറഞ്ഞ മുഫ്രദാണ് ഇത്. കണ്ടോ? അപ്പറഞ്ഞ മുഫ്രദാണ് ഇത്. അല്ലാതെ സർഫിൽ നമ്മൾ പഠിച്ച, സർഫിന്റെ കിതാബിൽ നമ്മൾ പഠിച്ച ആ തസ്നിയും ആ മുഫ്രദും ആ തസ്നിയും ജമ്മും അല്ല ഇവിടെ. എങ്കിൽ ആ മുഫ്രദിന്റെ മുക്കാബിലി തസ്നിയ ജമ്മ് എന്നതാണ്. ഇവിടുത്തെ മുഫ്രദിന്റെ മുക്കാബിലി മുറക്കബ് എന്നാണ്. ഇതെന്തുകൊണ്ടാ പറയേണ്ടി വന്നത്? ഉസൂലുൽ ഫിഖ്ഹാണ് നമ്മുടെ മുന്നിലുള്ള ലഫ്ള് അല്ലേ തന്നെ. വദാലിക അത് മുഅല്ലഫ്, അത് എന്ന് പറഞ്ഞാല് ഉസൂലുൽ ഫിഖ്ഹ്. ഉസൂലുൽ ഫിഖ്ഹ് എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. രണ്ട് മുറക്കബായ ലഫ്ള് കൂടിച്ചേർന്നതാണ്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ സംശയം പറയൂ, ഉസൂലാണ് ഒരു ലഫ്ള്, ഫിഖ്ഹാണ് മറ്റൊരു ലഫ്ള്. ഫിഖ്ഹ് പ്രശ്നമില്ല, അത് മുഫ്രദ് തന്നെയാണ്. അത് ഏതിന്റെ മുക്കാബലയിലുള്ള? തസ്നിയ ജമ്മിന്റെ മുക്കാബലയിലുള്ള മുഫ്രദ് തന്നെയാണ് ഫിഖ്ഹ് എന്നുള്ള ലഫ്ള്. അപ്പൊ ആടെ പ്രശ്നമില്ല. അതേസമയം ഉസൂലി എന്നുള്ളത് സർഫിയാക്കൾ അത് ജമ്മ് എന്നാ പറയുന്നത്. അസ്ലിന്റെ ജമ്മല്ലേ ഉസൂലി? അസ്ലിന്റെ ജമ്മാണ് ഉസൂലി. അപ്പൊ ആ ഉസൂലി എന്നതിനെ സംബന്ധിച്ച് എങ്ങനെ മുഫ്രദ് എന്ന് പറഞ്ഞത്? അതിന്റെ മറുപടിയാണ് ഇവിടെ മുഫ്രദ് എന്ന് പറഞ്ഞത് ഉസൂലിനെ സംബന്ധിച്ചാണ്. പക്ഷെ ആ ഉസൂലി മുഫ്രദാണ് എന്ന് പറഞ്ഞത് തസ്നിയ ജമ്മിന്റെ മുക്കാബലയിലുള്ള ഉസൂലിനെ സംബന്ധിച്ചല്ല, മുഫ്രദിനെ സംബന്ധിച്ചല്ല. മറിച്ച് മുഫ്രദ് മുറക്കബ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിലുള്ള മുഫ്രദ് മുറക്കബാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്നല്ലാതെ സർഫിന്റെ കിതാബുകളിൽ പറയുന്ന തസ്നിയ ജമ്മിന്റെ മുക്കാബലയിൽ പറഞ്ഞ മുഫ്രദല്ല ഇവിടെ ഉദ്ദേശം. ആദ്യം മുതലേ മാന നമുക്ക് ഒന്നുകൂടി വെക്കാല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മാ ബഅദ് ഫഹാദിഹി വറകാത്തുൻ ഖലീലത്തുൻ തഷ്തമിലു അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹ്. മക്കളെ, നിങ്ങൾ ഈ മത്തിന് കാണാതെ പഠിക്കണേ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഫഹാദിഹി വറകാത്തുൻ തഷ്തമിലു അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹി വദാലിക മുഅല്ലഫുൻ മിൻ ജുസ്ഐനി മുഫ്രദൈനി. നിങ്ങൾ അതുവരെ കാണാതെ പഠിച്ചില്ലേ? അത് ശരിക്കും വെള്ളം പോലെ കാണാതെ പഠിക്കണം. ഇനി എന്റെ മാന ഞാൻ ഒന്നുകൂടി വെക്കാം. ഫഹാദിഹി വറക്കാത്തുൻ കലീലത്തുൻ. ഇത് കുറഞ്ഞ പേജുകളുള്ള കിതാബാണ്. തഷ്തമിലു, ഈ കിതാബ് ഉൾക്കൊള്ളും അലാ മഅരിഫത്തി ഫുസൂലിൻ മിൻ ഉസൂലിൽ ഫിഖ്ഹ്. ഉസൂലിൽ ഫിഖ്ഹിന്റെ പ്രധാനപ്പെട്ട ചില മസ്അലകൾ അറിയുന്നതിന്റെ മേൽ. വദാലിക യന്തഫിഉ ബിഹൽ മുബ്തദി വഗൈറുഹു. പ്രാരംഭ വിദ്യാർത്ഥിക്കും അല്ലാത്തവർക്കും ഈ കിതാബ്, ഈ മസ്അലകൾ ഉപകാരപ്പെടും. വദാലിക അത് ഐ അൽ ലഫ്ളു ഉസൂലിൽ ഫിഖ്ഹ്. ഉസൂലിൽ ഫിഖ്ഹ് എന്ന ലഫ്ള് മുഅല്ലഫുൻ, അത് കൂടിച്ചേർന്ന് ഉണ്ടായതാണ്. മിൻ ജുസ്ഐനി മുഫ്രദൈനി, മുഫ്രദായ രണ്ട് ജുസ്ഇനാൽ കൂടിച്ചേർന്നുണ്ടായതാണ്. മിനൽ ഇഫ്രാദിൽ മുഖാബിലി ലിത്തർക്കീബി ലൽ ജംഇ. ജംഇന്റെ മുഖാബലയിലുള്ള മുഫ്രദല്ല, തർക്കീബിന്റെ മുഖാബലയിലുള്ള ഇഫ്രാദിൽ നിന്ന്. കണ്ടില്ലേ? മിനൽ ഇഫ്രാദി, ഈ മുഫ്രദൈനി എന്നുള്ളത് ഇഫ്രാദിൽ നിന്ന് ഉള്ളതാണ്. ഏത് ഇഫ്രാദ്? അൽ മുഖാബിലിൽ തർക്കീബി, തർക്കീബിന്റെ മറുവശത്ത് വരുന്ന, എന്നല്ലാതെ ലൽ ജംഇ, ജമ്മിന്റെ മറുവശത്ത് വരുന്നതല്ല. അപ്പൊ മൊത്തത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? നിങ്ങൾ ഓർമ്മിക്ക്. നമ്മുടെ മുന്നിലുള്ള ഈ ചെറിയ കിതാബ് ഉസൂലുൽ ഫിഖ്ഹിന്റെ പ്രധാനപ്പെട്ട ചില മസ്അലകള് പറയുന്ന കിതാബാണ്. ആ മസ്അലകള് പ്രാരംഭ വിദ്യാർത്ഥികൾക്കും ഉപകരിക്കും, അല്ലാത്തവർക്കും ഉപകരിക്കും. ഉസൂലുൽ ഫിഖ്ഹ് എന്നത് രണ്ട് മുഫ്രദായ പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ്, രണ്ട് മുഫ്രദായ ജുസുകൾ ചേർന്നിട്ടുള്ളതാണ് ഉസൂലുൽ ഫിഖ്ഹ് എന്നത്.
രണ്ട് മുഫ്രദായ ജുസ് എന്ന് പറഞ്ഞാൽ ആ മുഫ്രദ് തെർക്കീബിന്റെ മുറക്കബിന്റെ മുക്കാബലയിൽ നിന്ന് വരുന്ന ഇഫ്രാദാണ്. അല്ലാതെ നമ്മൾ സർഫിൽ പഠിച്ച തസ്നിയ ജമ്മിന്റെ മുക്കാബലയിൽ വരുന്ന മുഫ്രദല്ല. മുറക്കബിന്റെ മുക്കാബലയിൽ വരുന്ന മുഫ്രദിന്റെ മൈന എന്താണ്? ലഫലിന്റെ ജുസ് മൈനാന്റെ ജുസിന്റെ മേൽ അറിയിക്കാത്തതിന് മുഫ്രദ് എന്നും, ലഫലിന്റെ ജുസ് മൈനാന്റെ ജുസിന്റെ മേൽ അറിയിക്കുന്നതിന് മുറക്കബ് എന്നും പറയും. മുറക്കബിന്റെ ഉദാഹരണം സയ്യിദുൻ ഖായിമുൻ. അവിടെ സയ്യിദ് ഒരു ജുസിന്റെ മേൽ അറിയിക്കുന്നു, ഖായിമ് മറ്റൊരു ജുസിന്റെ മേൽ അറിയിക്കുന്നു. അതുകൊണ്ട് അത് മുറക്കബാണ്. അതേസമയം സയ്യിദ് എന്നുള്ളത് അത് മുഫ്രദാണ്. കാരണം സയ്യിദ് എന്നതിലെ ഒരു ജുസ് അതിന്റെ മൈനയായ മറ്റൊരു ജുസിന്റെ മേൽ അറിയിക്കൂല. സയ്യിദിലുള്ള സയ്യിദിന്റെ ഒരു ജുസ് ആയ കൈ, കണ്ണ്, കാല് അതിന്റെ മേൽ അറിയിക്കൂല. അതുപോലെ തന്നെ യാവും ദാലും. ഇതാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് മുഴുവനും ഈ കിതാബ് ഉസൂലുൽ ഫിഖ് എന്താണ് എന്ന് നല്ല നിലയ്ക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കിതാബ് പൂർണ്ണമായ നിലക്ക് ഓതിത്തീർത്ത് റഹ്മുർ-റഹീമീനായ റബ്ബേ, നീ അതിന് ഞങ്ങൾക്കെല്ലാം തൗഫീഖ് ചെയ്തതാ യാ റബ്ബൽ ആലമീൻ വയാ അർഹമർ റഹീമീൻ.